ഇന്ന് ഞാൻ ഓരോ പൂ തെരഞ്ഞെടുത്ത് മുത്തശ്ശന്റെ റൂം ഡെക്കറേറ്റ് ചെയ്യാൻ പോവുക. അദ്ദേഹം ധ്യാനത്തിൽ ഇരിക്കുമ്പോ ഇതിന്റെ സുഗന്ധം കൊണ്ട് മതിമറന്ന് പോകും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത്രയും സുഗന്ധമുള്ള പുഷ്പങ്ങൾ വേറെ എവിടെ തേടിയാലും കിട്ടില്ല. ഇതെന്താ വല്ലാത്തൊരു ശബ്ദം? ഞാൻ ഇന്ന് കുറച്ച് ആഹാരം മാത്രമേ കഴിച്ചിരുന്നുള്ളൂ. പിന്നെന്താ? ഈ ശബ്ദം എന്റെ വയറിൽ നിന്നല്ല, വേറെ എവിടെ നിന്നാ വരുന്നേ? എന്റെ ദൈവമേ, ഞാൻ കുടുങ്ങിപ്പോയെന്നാ തോന്നുന്നേ. ആ അഗ്നിപർവ്വതം ഇപ്പൊ പൊട്ടിത്തെറിക്കുമല്ലോ. വേണ്ട. ഹലോ, ഞാനാണ് മജിഷ്യൻ ജ്വാലാമുഖി. പക്ഷെ ഞാനിപ്പോൾ വളരെ ദുഃഖത്തിലാണ്. നമുക്കൊരല്പം കളിച്ചാലോ? നീ കളിച്ചോ? വേണ്ടെന്ന് എനിക്ക് നിന്നോട് അങ്ങനെ പറയാൻ പറ്റും. താങ്ക് യു. ഇതെങ്ങനെയുണ്ട്? ഈ കളി നല്ല രസമായിട്ടില്ലേ? എന്ത് നന്നായിരുന്നെന്നോ? എന്റെ പരിപ്പ് ഇളകി പോയിരിക്കാ ഇപ്പോ. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടുന്നതാ നല്ലത്. ഞാനിപ്പോൾ എന്റെ കളി തുടങ്ങിയതേ ഉള്ളൂ. പക്ഷെ അവൻ ഓടിപ്പോയി. എന്നാ ശരി, അവനെ അങ്ങ് ഫോളോ ചെയ്തേക്കാം. നീ ആരാണ്? ഞാനാണ് മജിഷ്യൻ ജ്വാലാമുഖി. പക്ഷെ ഞാനിപ്പോൾ ഒരല്പം ദുഃഖത്തിലാണ്. നമ്മളൊരല്പം കളിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. കളിച്ചോ, ചെയ്തോ. താങ്ക് യു. പ്രശ്നം എന്താക്കൾ? എന്തിനാ നിങ്ങൾ ആവശ്യമില്ലാതെ എല്ലാം കത്തിച്ചു കളയുന്നത്? എന്റെ പേര് മജിഷ്യൻ ജ്വാലാമുഖി. പക്ഷെ ഞാനൊരല്പം ദുഃഖത്തിലാണ്. ഞാൻ വെറുതെ ഒന്ന് കളിച്ചു നോക്കിയതാണ്. ഞാൻ ഇതുപോലത്തെ കുട്ടി കുറുമ്പുകളൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങൾ താനെ കത്തിച്ചാമ്പലാകും. അതിന് ഞാനെന്ത് ചെയ്യാൻ പറ്റും? നിനക്കത് കാണണോ? എന്നാ കണ്ടോ. എന്റെ അമ്മേ, എന്താ ഈ കാണുന്നത്? വീണ്ടും തീ വന്നോ? എന്റെ പൊന്നു മജീഷ്യൻ ചേട്ടാ, നിങ്ങൾ മുമ്പ് എന്റെ അടുത്ത് ഒരു പ്രാവശ്യം കളിച്ചതല്ലേ? ദേവി, ഇത് എന്നെ ഒന്ന് വിട്ടേക്ക്. ഇത് കൊള്ളാലോ. ചെല്ല്, വേറെ എവിടെയെങ്കിലും ചെന്ന് കളിക്ക്. പക്ഷെ എന്നോട് വെറുതെ കളിക്കാൻ വരരുത്. എന്നെ തോൽപ്പിക്കാൻ ഇവിടെയുള്ള ആർക്കും സാധിക്കില്ല. മജിഷ്യൻ ജ്വാലാമുഖി, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സെയും ഒരിക്കലും സംശയിക്കരുത്. നീ ഒരു ചെറിയ ചെക്കനാണെന്നാ ഞാൻ കരുതിയത്.
നിനക്ക് എന്റെ കൂടെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ എന്നാ ശരി, ഐ ആം റെഡി. നിങ്ങളിൽ ഒരാൾ പോലും രക്ഷപ്പെടാൻ പോകുന്നില്ല. മജീഷ്യൻ ജ്വാലാമുഖി, നിന്റെ കളി ഇവിടെ വേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവിടെ ജയ്സിംഗ് ചൗഹാൻ തന്റെ ഈ സിറ്റിയുടെ സുരക്ഷയ്ക്കായി കാവൽ നിൽക്കുകയാണെന്ന് ഓർക്കണം. ജയ്സിംഗ് ചൗഹാൻ, ഞാൻ വെറുതെ കുറച്ചു നേരം കളിച്ചതാണ്. പക്ഷെ നിങ്ങൾ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയത് ഞാൻ ഒരിക്കലും മറക്കില്ല. സോറി പറയ വേഗം പറഞ്ഞേക്ക്, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. ഞാൻ നിന്നോട് സോറി പറയണോ? സോറി പറയേണ്ടത് ഞാനല്ല, നീയാണ്. മര്യാദയ്ക്ക് നീ സോറി പറഞ്ഞേക്ക്, എന്നിട്ട് ഇവിടെ നിന്നും തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ. നീ ഇപ്പൊ എന്താണ് പറഞ്ഞത്? നിന്നോട് ഞാൻ സോറി പറയണമെന്നോ? ഈ മജീഷ്യൻ ജ്വാലാമുഖി സോറി പറയണമെന്നോ? നിങ്ങൾ എന്തായി ചെയ്തത്? സിബൈസ്ക സഖൂം ഫ്രീസോ. വേണ്ട. മജീഷ്യൻ ജ്വാലാമുഖി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ. ജയ്സിംഗ് ചൗഹാൻ ഇവിടെ ഉള്ളതുവരെ സൺസിറ്റിയുള്ള സ്ഥലത്തേക്ക് നീ തിരിഞ്ഞു പോലും നോക്കരുത്. ജയ്സിംഗ് ചൗഹാൻ, നീ ഈ സൺ സിറ്റിയിലുള്ളത് വരെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എനിക്ക് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നീ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. കുട്ടികളെ, ഇത് കണ്ടോ? രംഗീലയുടെ സ്വന്തം കൈ കൊണ്ടുണ്ടാക്കിയ ഫ്രഷായ ജ്യൂസാണ്. താങ്ക് യു. രുദ്ര, നീ എന്റെ അഭിമാനമാണ്. ഇന്ന് നീ വളരെ ധീരതയോടെ ആ മജീഷ്യനെ എതിർക്കുന്ന കാര്യത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്തു. താങ്ക് യു മുത്തശ്ശ. എനിക്ക് തോന്നുന്നത് ആ ജ്വാലാമുഖിയുടെ ശരീരം ഒരു ഫയർ ബോളെ പോലെയാണെന്നോ. ചെറുതായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഒരു പക്ഷെ അയാൾ വീണ്ടും വരുവാണെങ്കിൽ നമ്മൾ എങ്ങനെയാ അയാളെ കൺട്രോൾ ചെയ്യാ? രുദ്ര, ആദ്യം നീ മനസ്സിലാക്കേണ്ടത് വെള്ളത്തിനെ നീ കൺട്രോൾ ചെയ്യണം. ഒരു പ്രാവശ്യം നീ അത് പഠിച്ചു കഴിഞ്ഞാൽ മജീഷ്യൻ ജ്വാലാമുഖിയെ പെട്ടെന്ന് നിന്റെ കൺട്രോളിൽ കൊണ്ടുവരാൻ കഴിയും. മനസ്സിലായി മുത്തശ്ശ. പക്ഷെ നമ്മൾ അത് എങ്ങനെയാ ചെയ്യേണ്ടത്? വളരെ എളുപ്പമാണ്. പക്ഷേ ഏത് പ്രശ്നമായാലും അത് സോൾവ് ചെയ്യാൻ നമ്മൾ ആദ്യം എടുക്കുന്ന പ്രശ്നം ഏതാണ്? അതൊന്ന് പറഞ്ഞേ. എനിക്കത് നല്ലോണം അറിയാം മുത്തശ്ശ. ഫോക്കസ് ആൻഡ് ബെലൈങ്. രുദ്ര, അടുത്ത മന്ത്രം ശ്രദ്ധിച്ചു കേൾക്ക്. ഈ മന്ത്രം നീ പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്നും വെള്ളം വളരെ ഫോഴ്സ് ആയിട്ട് നിനക്ക് കൊണ്ടുവരാൻ കഴിയും. ആദ്യത്തെ മന്ത്രം ഫോക്കസ് ആൻഡ് ബിലീഫ്. അടുത്തതായി ഞാൻ സെക്കൻഡ് മന്ത്രവും പഠിക്കാൻ പോവാ. അതിനുശേഷം എനിക്ക് സ്വയം രക്ഷ നേടാൻ പറ്റുമല്ലോ. സിബൈസ്ക വാട്ടർ ഫൗണ്ടനോ. എന്റെ അമ്മേ, എന്താണ് ഈ ചെയ്യുന്നത്? എന്റെ പൊന്നു മുത്തശ്ശ, എന്നെ എന്തിനാ എങ്ങനെ ഈ വെള്ളത്തിൽ തട്ടി കളിക്കുന്നത്?
റംഗീല, ഇപ്പോൾ നിന്റെ ആഗ്രഹം പൂർത്തിയായില്ലേ? രഹസ്യമായി മറഞ്ഞു നിന്ന് മന്ത്രങ്ങൾ കേൾക്കുകയാണല്ലേ? അത് നീ നിർത്തിയില്ലെങ്കിൽ ഇങ്ങനെ ഓരോ പ്രാവശ്യവും കുടുങ്ങിപ്പോ. എന്റെ പൊന്നു മുത്തച്ഛ, എന്നെ ഒന്ന് താഴെ ഇറക്കി വിട പ്ലീസ്. എന്റെ ദൈവമേ, എന്റെ എല്ലുകളെല്ലാം പൊടിഞ്ഞല്ലോ.